നൂർജഹാനെ, നൂർജഹാനെ, ദാ വരുന്നമ്മായി. എന്താ അമ്മായി? ഈ മുറിയുടെ ഒരു കിടപ്പ് കണ്ടോ? നീ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്ക. അടിച്ചു കഴിഞ്ഞിട്ട് ഈ തുണികളൊക്കെ ഒന്ന് അലക്കിയിട. ഇതൊക്കെ ഞങ്ങളുടെ വസ്ത്രങ്ങളല്ലേ? ഇവിടെ വേലക്കാരി നിർത്താൻ പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഡോബിഡി കൊടുത്തോളാം. ഇത്തേ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കരുത്. ഞാൻ പറഞ്ഞു ചെയ്യിച്ചതൊന്നുമല്ല, അവൾ അവളുടെ ഇഷ്ടത്തിന് ചെയ്തതാ. കേട്ടൂടി, നീ തോന്നിയാസം കാണിച്ചിട്ട് കുറ്റം എനിക്ക്. ഇത്ത എന്താ ഒരു വേലക്കാരി നിർത്താൻ സമ്മതിക്കാത്തത്? ആ അമ്മായി പറഞ്ഞത് കേട്ടാണോ സപ്ന ഇങ്ങനെ ചോദിക്കുന്നത്? ഒരു വേലക്കാരി നിർത്താൻ അമ്മായി സമ്മതിക്കില്ല. നിന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടി അമ്മായി ചുമ്മാ അങ്ങനെ പറഞ്ഞതല്ലേ. അത്രയ്ക്ക് പിശിക്കാണ് ഈ അമ്മായി. അത് വഴിയേ അറിഞ്ഞോളൂ. അമ്മായി, അല്ല ഇതാര് ഷേജയോ? പാമോളെ, നീ ഇപ്പൊ ടൈപ്പ് ഓടിക്കാൻ പോകുന്ന ഉമ്മ പറഞ്ഞല്ലോ, അതെന്തായി? 2 മാസം കഴിഞ്ഞ പരീക്ഷയാ. സപ്നയ്ക്ക് ആളെ മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനിപ്പോ വരൂ. ഞാൻ വിചാരിച്ചു എന്നെ മനസ്സിലായി കാണില്ലെന്ന്. കല്യാണ ദിവസം മാത്രമേ കണ്ടുള്ളെങ്കിലും ഷീജ എനിക്ക് എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. അന്നെ കളിയൊക്കെ കൊണ്ടാണെന്നില്ലേ? എന്ത് പറ്റി? ചെറിയൊരു ആക്സിഡന്റ്. ഞാൻ സ്കൂട്ടറിൽ വരുമ്പോ ഒരു പയ്യൻ കുറുകെ ചാടി. അവരെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ വണ്ടി ഒന്ന് പാളി. വലിയ അപകടമൊന്നും പറ്റിയില്ലല്ലോ? ഒന്നുമില്ല. നൂർജഹാൻ എവിടെ? ഒരല്പം ചൂട് പിടിക്കാൻ. അവള് കുളിക്കുക. കഴിഞ്ഞു നോക്കട്ടെ. നൂർജഹാനെ, നൂർജഹാനെ, ഇപ്പൊ വരാമായി. ഈ തൈലം ഒന്ന് പുരട്ടി ചൂട് പിടിക്കാൻ. ഞാൻ പുരട്ടിക്കോളാം. കൈ ചീത്തയാക്കണ്ട, ഞാൻ പുരട്ടി തരാം. ഞാൻ പുരട്ടി തരാം. ശരി, ഇത്രയ്ക്ക് ഭാരിച്ച ജോലികളൊന്നും നീ ചെയ്യണമെന്നില്ല. കൈയെടുക്കൂ. പിന്നെ നീ എന്തിനാ കരയുന്നത്? ഞാൻ ഇക്കയ്ക്ക് മരുന്ന് പുരട്ടാൻ ചെന്നതിന് ഇപ്പൊ എന്നെ വഴക്ക് പറഞ്ഞു. ആര്? നൂർജഹാനോ? അതെ. നീ ഇവിടെ വഴക്ക് പറഞ്ഞു? എന്തിന്? എന്തിനാണെന്ന് ഷീജ പറഞ്ഞില്ലേ? ഞാനിപ്പോ ചോദിച്ചത് നിന്നോടാ. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ മറ്റൊരാൾ എന്തിന്? ഇവള് മറ്റാരുമല്ലല്ലോ. ഇവിടത്തിന് മരുന്ന് പുരട്ടി കൊടുത്തെന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴില്ല. ഇവൾ അവന്റെ മാമയുടെ മകളല്ലേ, ഭാര്യയല്ലല്ലോ. ഓ, ഭാര്യ. ഈ ഭാര്യ എന്ന് പറയുന്നത് 3 മൊഴിയുടെ ബന്ധമല്ലേ? മാമായുടെ മോളെന്ന ബന്ധം എപ്പോഴും കാണും. അപ്പൊ എന്നെക്കാളും ഇത്തേക്കാളും ഷീജയ്ക്കാണ് ഇവിടെ കൂടുതൽ ബന്ധം അല്ലേ അമ്മായി? നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? ഇത്ത ആയതുകൊണ്ട് ഇവിടം കൊണ്ട് അവസാനിച്ചു. ഞാനായിരുന്നെങ്കിൽ, നീ ആയിരുന്നെങ്കിൽ എനിക്കൊരു സംശയം. എന്താ? അമ്മായി മരുമക്കളായ നമ്മളോട് കാണിക്കാത്ത സ്നേഹം ഷീജയോട് കാണിക്കുന്നത് എന്താ? സബ്ന ഇതുവരെ ഇത് മനസ്സിലാക്കിയിട്ടില്ലേ? ഷമീർക്കായെ കൊണ്ട് ഷീജയെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു അമ്മായിയുടെ ആഗ്രഹം. അവരെ തമ്മിൽ അടുപ്പിക്കാനായിട്ടായിരിക്കും അമ്മായി നിർബന്ധിച്ച് ഇക്കായെ കൊണ്ട് അദ്ദേഹത്തിന്റെ കടയിൽ അവൾക്ക് ജോലി കൊടുപ്പിച്ചത്. കല്യാണത്തിന് മുൻപ് എനിക്കും അവിടെ തന്നെയായിരുന്നു ജോലി.
చెప్పు. ചോദിക്കും. ഷമീർക്ക വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. എന്താ വിശേഷം? ഇന്ന് ബാപ്പയുടെ പിറന്നാളാ. അതേ മോനെ, എല്ലാ വർഷവും എന്റെ പിറന്നാൾ കൊണ്ടാടണമെന്ന് എവൾക്കാ നിർബന്ധം. കുറച്ച് ദിവസമായി നിന്നോടൊരു കാര്യം പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. എന്താ മാമ? ഷീജയ്ക്ക് കല്യാണ കാര്യങ്ങൾ പലതും വരുന്നുണ്ട്. പക്ഷെ തുറന്നു പറയാമല്ലോ, എന്റെ മനസ്സിലെ ആഗ്രഹം അവളെ നിന്നെ കൊണ്ട് കെട്ടിക്കണമെന്ന്. എന്താ നിന്റെ അഭിപ്രായം? ഞാൻ ഇതുവരെ അതേക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. എന്നാ ഇപ്പൊ ആലോചിച്ചോ. അവക്ക് നീ എന്ന് പറഞ്ഞ പ്രാണനാ. ഷീജയോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ മാമ പറഞ്ഞ കാര്യം സമ്മതിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഷീജയെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമില്ലെന്ന്. മണ്ടി പെണ്ണെ, എന്തിനാ കരയുന്നേ? ഇതിലും വലിയ എത്രയോ മലകൾ ചവിട്ടി കയറിയിരിക്കുന്നു. പിന്നെയാണോ ഈ കുന്ന്? നീ സമാധാനപ്പെടും. ഒരു തോന്നലിന് അവൻ എന്തോ പറഞ്ഞു പോയതാണ്. നാളെ അവനെ കൊണ്ട് ഇത് മാറ്റി പറയിച്ചില്ലെങ്കിൽ ഈ അമ്മായിയുടെ പേര് റംലയെന്നല്ല. ഷമീർക്ക നൂർജഹാനുമായി അടുപ്പത്തില്ല. അതോ ഇപ്പോ ഇതിനെതിരെ പറയാൻ കാരണം? അതോർത്ത് നീ വിഷമിക്കണ്ട. ഈ റംലയുടെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം അവൻ അവളെ നിക്കാഹ് ചെയ്യാൻ പോകുന്നില്ല. ഞാനാ പറയുന്നത്. ഷീജ ഇന്ന് വന്നില്ല. അവളിന് വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നലെ അവളും ബാപ്പയും കൂടെ വീട്ടിൽ വന്നിരുന്നു. എന്നെ കൊണ്ട് ഷീജയെ കല്യാണം കഴിപ്പിക്കാമെന്ന് ഇന്നലെ ഉമ്മ അവൾക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഒടുവിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് ഞാനും ഷമീർക്കയും തമ്മിലുള്ള കല്യാണം നടന്നത്. ഞാനവളെ എതിർക്കാനുണ്ടായ കാരണം ഇനി വിശദീകരിക്കണ്ടല്ലോ. ഒന്നും വേണ്ട. ഏതായാലും അമ്മായിക്ക് ഷീജയോടുള്ള ഈ അതിരുകവിഞ്ഞ സ്നേഹം അപകടമാണ്. അസ്സലാമലൈക്കും. അലൈക്കുസ്സലാം. വാളിയ ഇരിക്കേ. എപ്പോ വന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ആ പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷങ്ങൾ? ആ അങ്ങനെയാണ് പോകുന്നു. അൻസാരി മാമയും മോക്ക് പെരുന്നാൾ ഡ്രസ് കൊണ്ടുവന്നതാവും. ആ കൊല്ലം ഒരുപാടായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് വരെ ഒരു പെരുന്നാളിനും എന്റെ കെട്ടിയോൾക്കോ മക്കൾക്കോ ഒരു കീറ തുണി പോലും ഇവിടുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കീറ തുണി വാങ്ങി തന്ന് അസലാലി ആക്ഷേപിക്കാൻ ഞങ്ങളെന്താ അത്ര എരപ്പാളോ മറ്റാണോ?